പ്രേം നസീറിനെ പോലെ ഒരു നടൻ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. പ്രേം നസീറിൻ്റെ മുഖവും യേശുദാസിൻ്റെ ശബ്ദവുമാണ് മലയാളികളെ ഏറ്റവും അധികം കോരിത്തെരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതിന് യാതൊരു മാറ്റമില്ല. യേശുദാസിൻ്റെ പാട്ട് എല്ലാവർക്കും നന്മ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കും. അത് ഒരിക്കലും ഏതെങ്കിലും ക്ലിക്കിൻ്റെ ഭാഗമായിരുന്നില്ല, ഏതെങ്കിലും ദൂഷിത വലയത്തിൻ്റെ ഭാഗമായിരുന്നില്ല. തൻ്റെ നാടായ ചിറയൻകീഴിലെ ശാർക്കര ദേവീക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ നടയിരുത്തി എന്ന കാര്യം എത്രവർക്ക് അറിയാം എന്നെനിക്കറിയില്ല. പ്രേം നസീർ ഒരു പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം ചില ആളുകളുടെ ഇടയിലുണ്ട്. നസീർ തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കും. ജനുവരി 16 നിത്യഹരിത നായകൻ പ്രേം നസീറിൻ്റെ ഓർമ്മ ദിവസമാണ്. ഓരോ മലയാളിയുടെയും മനസ്സിൽ ഒരു പ്രേം നസീറുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചവർക്കും അതിന് ശേഷം ജനിച്ചവർക്കും ഇപ്പോൾ യൗവനത്തിലും കൗമാരത്തിലും എത്തി നിൽക്കുന്നവർക്കും ഒക്കെ ഉള്ളിൽ ഒരു പ്രേം നസീറുണ്ട്. പ്രേം നസീറിനെ പോലെ ഒരു നടൻ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. മലയാളത്തിലെ ആദ്യത്തെ സിനിമാ താരം തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് എന്നാണ് സങ്കല്പം. പക്ഷേ തിക്കുറിശ്ശിയേക്കാളൊക്കെ എത്രയോ ജനസ്വീകാര്യതയുള്ള ആളായിരുന്നു പ്രേം നസീർ. ഈ ചിറയൻകീഴുകാരനായ അബ്ദുൾ ഖാദർ എന്ന യുവാവിന് പ്രേം നസീർ എന്ന് പേര് കൊടുത്ത് തന്നെ തിക്കുറിശ്ശിയാണെന്ന് കേട്ടിട്ടുണ്ട്. തിക്കുറിശ്ശിക്ക് അന്നേ അറിയാമായിരുന്നു ഇദ്ദേഹം മലയാള സിനിമയിൽ ഒരു വസന്തകാല നായകനായിട്ട് മാറും എന്നുള്ളത്. നസീറാണ് ഏറ്റവും അധികം മലയാള സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. നസീറും ഷീലയും ചേർന്ന ജോഡി തന്നെ ഏതാണ്ട് 100-ലധികം ചിത്രങ്ങളിൽ നായികന്മാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത കിട്ടിയ ആളാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഓലക്കൊട്ടകകളിൽ ഞങ്ങൾ നസീറിൻ്റെ നിരവധി സിനിമകൾ കണ്ടിട്ടുണ്ട്. ശശികുമാർ സംവിധാനം ചെയ്തു, എ.ബി. രാജ് സംവിധാനം ചെയ്തു. അങ്ങനെയുള്ള ഇടിപ്പടങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കുറ്റാന്വേഷകനായിട്ട്, ഡിറ്റക്റ്റീവായിട്ട്, CID ആയിട്ടൊക്കെ അഭിനയിക്കുന്ന സിനിമകളുണ്ട്. എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ തന്നെ ആദ്യമായിട്ട് പാട്ട് പാടുന്ന CID പ്രേം നസീറായിരുന്നു. കാരണം അദ്ദേഹം CID ആയിട്ടല്ല, കൊള്ളത്തലവനായിട്ട് അഭിനയിച്ചാലും പാട്ട് പാടണം എന്നുള്ള നിർബന്ധമായിരുന്നു. പ്രേം നസീറിൻ്റെ മുഖവും യേശുദാസിൻ്റെ ശബ്ദവുമാണ് മലയാളികളെ ഏറ്റവും അധികം കോരിത്തെരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതിന് യാതൊരു മാറ്റമില്ല. യേശുദാസിൻ്റെ പാട്ടുകൾ, യേശുദാസ് പാടിയ ഏറ്റവും നല്ല പാട്ടുകൾ പ്രേം നസീറിന് വേണ്ടിയിട്ടാണ്. നസീറിൻ്റെ ലിപ് മൂവ്മെൻ്റ് ആണെങ്കിൽ ഈ പാട്ട് അദ്ദേഹമാണ് പാടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ വരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും പ്രായമാകുമായിരുന്നില്ല എന്നുള്ളതിന് വേറൊരു സവിശേഷത. നസീർ എക്കാലവും ചെറുപ്പക്കാരനായിരുന്നു, ഏത് കാലത്തും സുന്ദരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിന് യാതൊരു മങ്ങലും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അഥവാ സൗന്ദര്യം മങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വെള്ളിത്തെരിയോട് മാത്രമല്ല ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോയി എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം വലിയൊരു മനുഷ്യനായിരുന്നു. നസീറിനേക്കാളും പ്രഗത്ഭരായ നടന്മാരൊക്കെ മലയാള സിനിമയിലുണ്ടായിട്ടുണ്ട്. സത്യൻ വലിയ നടനാണ്, മധു മോശക്കാരനല്ല, മമ്മൂട്ടി, മോഹൻലാൽ, സോമൻ, സുകുമാരൻ ഇവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചവരാണ്. ഒരുപക്ഷെ നസീറിനേക്കാളും വലിയ നടന്മാരായിരുന്നു. നസീറിനോളം വലിയ താരങ്ങളായിരുന്നില്ല. പക്ഷേ അതിനേക്കാളും ഉപരി നസീർ വലിയൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിച്ചു. എല്ലാവർക്കും നന്മ മാത്രം മുൻനിർത്തി പ്രവർത്തിച്ചു. അദ്ദേഹം ഒരിക്കലും ഏതെങ്കിലും ക്ലിക്കിൻ്റെ ഭാഗമായിരുന്നില്ല, ഏതെങ്കിലും ദൂഷിത വലയത്തിൻ്റെ ഭാഗമായിരുന്നില്ല. വലിയ സമ്പാദ്യം ഉണ്ടായിരുന്നപ്പോഴും അതിൽ വലിയൊരു ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചു. നസീർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്രയൊന്നും ഭദ്രമായിരുന്നില്ല. മദ്രാസിൽ അവർ താമസിച്ചിരുന്ന വീട് തന്നെ പിന്നീട് വിറ്റു. 2 പെൺമക്കളുടെ വിവാഹം നേരത്തെ നടത്തിയതുകൊണ്ട് അവർക്ക് വലിയ പ്രാരബ്ധം ഉണ്ടായില്ല. മകൻ ഷാനവാസ് സിനിമയിൽ കുറച്ചൊക്കെ അഭിനയിച്ചെങ്കിലും അവിടെ നിലനിൽപ്പില്ലാതെ അദ്ദേഹം പിന്നീട് ഗൾഫിൽ പോയി, സമീപകാലത്ത് മരിച്ചു. മരിക്കുന്ന സമയത്ത് ഷാനവാസ് വളരെയൊന്നും സമ്പന്നനായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരും തലമുറകൾക്ക് വേണ്ടി കോടാനുകോടികൾ സമ്പാദിച്ചു വയ്ക്കുന്ന ഇന്നത്തെ പല നടന്മാരെ പോലും ആയിരുന്നില്ല പ്രേം നസീർ. അദ്ദേഹം പണം സമ്പാദിക്കുകയും പണം അതുപോലെ ചെലവഴിക്കുകയും ചെയ്തു. ഒരുപാട് ആളുകളെ ജാതിയും മതവും രാഷ്ട്രീയ പാർട്ടി ഒന്നും നോക്കാതെ സഹായിച്ചു. അദ്ദേഹം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു വലിയ കലാകാരൻ കൂടിയായിരുന്നു പ്രേം നസീർ. തൻ്റെ നാടായ ചിറയൻകീഴിലെ ശാർക്കര ദേവീക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ നടയിരുത്തി എന്നുള്ള കാര്യം എത്രവർക്ക് അറിയാം എന്നെനിക്കറിയില്ല. ആ ആനയുടെ പേര് തന്നെ നസീർ എന്നോ മറ്റുമായിരുന്നു. അതുപോലെ അദ്ദേഹം അവസാന സമയത്ത് 83-84 കാലത്ത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ താല്പര്യപ്പെട്ടു. അന്ന് NT രാമറാവു ആന്ധ്രയിൽ മുഖ്യമന്ത്രിയാണ്. അതുപോലെ MGR തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ പ്രേം നസീർ ഒരു പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം ചില ആളുകളുടെ ഇടയിലുണ്ടായിരുന്നു. നസീർ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചു. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ആൾബലമോ അല്ലെങ്കിൽ സാമ്പത്തിക പിൻബലമോ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതൊക്കെ വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ്. നസീറിനെ പോലെ നേർബുദ്ധിയായിട്ടുള്ള ഒരാൾക്ക് പറ്റിയ കാര്യമല്ല.
പിന്നെ ആന്ധ്രയുമല്ല തമിഴ്നാടുമല്ല കേരളം. അതുകൊണ്ട് അദ്ദേഹം പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. ശ്രീ കരുണാകരൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും 1987 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തിച്ചു. എൻ്റെ നാടായ ആലുവയിലും അദ്ദേഹം ചില തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചിരുന്നു. വലിയ ആൾക്കൂട്ടമായിരുന്നു നസീറിനെ കാണാനായിട്ട്. പക്ഷേ നസീറിൻ്റെ പ്രസംഗം കേട്ടവരാരും പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ള വേറെ കാര്യമാണ്. നസീറിൻ്റെ കുറ്റമല്ല. ആളുകൾ മുമ്പേ തന്നെ CPM വോട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നു. അവർ CPM തന്നെ വോട്ട് ചെയ്തിരുന്നു. അങ്ങനെ 87 കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ വന്നു. അതൊക്കെ വേറെ കഥയാണ്. അധികം വൈകാതെ നസീർ കാലയവനിലേക്ക് പിന്നിൽ മാറുകയും ചെയ്തു. അദ്ദേഹത്തിന് രാഷ്ട്രം പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ചു. അന്ന് ചില ആളുകൾ ഇദ്ദേഹത്തെ പരിഹസിച്ചു. ഈ അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്ത നസീറിന് പത്മഭൂഷൺ കൊടുത്ത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും യാതൊരു കഥയില്ല. കാരണം നസീറിനെ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നസീർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരു തവണ ദേശീയ ഫിലിം അവാർഡ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാനായിരുന്നു. ആ സമയത്തും ഈ കച്ചവട സിനിമകൾക്കല്ല അവാർഡ് കൊടുത്ത് അരവിന്ദൻ്റെ ചിദംബരത്തിനാണ് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെ വലിയൊരു മനുഷ്യൻ, വലിയൊരു കലാകാരൻ ആയിരുന്നു പ്രേം നസീർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കും.